ഹാർഡ് വർക്കിനേക്കാൾ ഉപരി നമുക്കതിനോട് എന്താ പറയാ, ഒരു അടങ്ങാത്തൊരു ആവേശം എന്നൊക്കെ പറയില്ലേ, അതാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്കൂൾ ടൈം മുതൽ തന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ആക്ടിങ് പരിപാടികളൊക്കെ ഭയങ്കര ക്രേസാണ്. എന്തെങ്കിലും കയറി പിടിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് എനിക്ക് അത്ര വലിയ അത്രയും കറജൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഓക്കെ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, ഫ്രണ്ടിൽ വരണം. ചേട്ടൻ സൂപ്പർ ആക്ടിങ് സൂപ്പർ നമ്മൾ ബ്ലഷ് അടിക്കില്ല, ഉളകം കൊള്ളുന്നല്ലേ. അല്ല, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ തിരിച്ചറിയാതെ. നല്ലതാണ്, ക്യൂട്ടാണ്, അതൊക്കെ പറഞ്ഞിട്ട് നല്ല മറ്റേ ബാഡ് മൂഡിലൊക്കെ ഇരിക്കുമ്പോഴേ ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്ക് ഒരു സുഖമാണ്. എപ്പിറങ്ങും വീട്ടിൽ നിന്ന് ഇടിക്കും എഡിറ്റർ എവിടെ, ബാക്കി എവിടെ എന്നൊക്കെ ആക്ടിങ് തന്നെയാണ്. പിന്നെ കുറെ നല്ല ഫോട്ടോസ് ഒക്കെ വേണമല്ലോ ഓഡീഷൻസിനൊക്കെ അയക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കും. ഈ പറഞ്ഞ പോലെ മറ്റേ വീഡിയോസ് എടുക്കുക, പുളകം കൊള്ളുക, ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു എന്ന് മാത്രം. എങ്ങനെയുണ്ട്? ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫീൽഡിൽ ഒരുപാട് റൊമാൻറ്റിക് മാരീഡ് കപ്പിൾസ് ഉണ്ട്. ഇവരൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഒരു അൺമാരീഡ് കപ്പിള് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഫീൽഡിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. പർട്ടിക്കുലറി റോംകോം ചില സമയങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചില സമയങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കും. മൈൽ സ്റ്റോൺ പ്രസൻസ് ചക്കം പക്കം നമ്മുടെ ഒപ്പം ഉള്ളത് പ്രിയ ആൻഡ് വൈശാഖ്. എന്താണ് നിങ്ങൾ തല വെക്കുന്ന വീഡിയോക്കൊക്കെ മില്യൺ കണക്കാണല്ലോ വ്യൂസ്. എന്താ ഇതിന്റെ പരിപാടി എന്താന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോയാൽ മതി. മില്യൺ ആണ് മൊത്തം. മില്യൺ വിട്ടൊരു കളികളില്ല. എന്താ പറയാ, അത് സംഭവിച്ചു പോയതാണ്. ഭാഗ്യത്തിന് മാത്രം പറയാൻ പറ്റുമോ? ബാക്കി കഴിവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മറ്റേ സിംപ്ലിസിറ്റി നമ്മൾ വിട്ട്. സിംപ്ലിസിറ്റി അല്ല, നമുക്ക് കഴിവുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ നമുക്ക് വീഡിയോ നമുക്ക് ഹിറ്റ് ആവുന്ന കാരണം കണ്ടന്റ് ആയിരിക്കാം. ഒരു വീഡിയോ ഒക്കെ ഹിറ്റ് ആവുന്നത് നമുക്ക് സഹിക്കാം. ഇതിപ്പോ എല്ലാ വീഡിയോക്കും ഒരു 10 എപ്പിസോഡാണെന്നുള്ളൂ അടുപ്പിച്ച് ഇപ്പൊ അൺമാരീഡ് കപ്പിൾസ് അത്രയും നമ്മുടെയൊക്കെ ഫീൽഡിൽ ഇങ്ങനെ എപ്പിസോഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതൊരു പുതിയ കാര്യമല്ലാന്ന് എനിക്കറിയാം. ഇതിന് മുമ്പ് ചെയ്തേക്കുന്ന എല്ലാ ഷോർട്ട് ഫിലിംസും ഈ പറഞ്ഞ പോലെ മില്യൺസ് ആണ്. എന്താണ് ഈ പറഞ്ഞ പോലെ ഇത് ആക്ടിങ്ങിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു മില്യൺ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? പിന്നെ ഭയങ്കര സന്തോഷം. അത്രയും ഇപ്പൊ ഞാൻ വൈശാഖിന്റെ പ്രൊഫൈലൊക്കെ ഇങ്ങനെ ചെക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയപ്പോ വിവാ വീഡിയോയിൽ എഡിറ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ വരെ ഞാൻ കണ്ടതില്, ഒരു പ്രേമം ബീജത്തില്. അപ്പൊ വിവാ വീഡിയോ കാലത്ത് തൊട്ട് അന്ന് തൊട്ട് ഈ പറഞ്ഞ പോലെ അപ്പൊ അന്ന് വിവാ വീഡിയോ പോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി പ്രൊഫഷണലി ഒരു സീരീസ് ആണെങ്കിലും നിങ്ങൾ ലൈക്ക് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്താണ് ആ സ്വിച്ച്? ലൈക്ക് ഹാർഡ് വർക്ക് ആണെന്നറിയാം, പക്ഷെ എങ്ങനെയാണ് ആ ഒരു സംഭവം? അത്രയും ഹാർഡ് വർക്കിനേക്കാൾ ഉപരി നമുക്കതിനോട് എന്താ പറയാ, ഒരു അടങ്ങാത്തൊരു ആവേശം എന്നൊക്കെ പറയില്ലേ, അതാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്കൊരു സ്കൂൾ ടൈം മുതൽ തന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ആക്ടിങ് പരിപാടികളൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ സിനിമ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഡ്രാമ ആണെങ്കിലും സ്കിറ്റ് ആണെങ്കിലും എന്ത് പരിപാടി ആണെങ്കിലും എന്തെങ്കിലും കയറി പിടിക്കുക എന്നുള്ളതാണ്. എന്ത് കയറി പിടിക്കുക എന്നുള്ള. അതെ. പിന്നെ വിവാ വീഡിയോന്റെ കാര്യം, ഇപ്പോൾ ഇതിന്റെ ഒരു ഷോർട്ട് ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്തിരുന്നു ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതിന്റെ എത്ര വർഷം മുമ്പ്? 2016-18 ആ കാലത്ത് മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങി. അപ്പൊ ഞാൻ അതിന്റെ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് തന്നെ പല BGM ഒക്കെ ആയിട്ട് ഞാൻ തന്നെ ഇട്ട് പുളകം കൊള്ളുമെന്ന് പറയില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ എടുത്തു. എത്ര മനോഹരമായ വീഡിയോ അല്ലേ? അന്നത്തെ ആ വീഡിയോസിനൊക്കെ എത്ര വ്യൂസ്? 17K അങ്ങനെ 17K ഇപ്പം മറ്റേ ഇട്ടുള്ള കളികളില്ല അല്ലെ? ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്കും അല്ലേ? നമ്മൾക്കും ഇത്രയും നാളത് വർക്ക്ഔട്ട് ചെയ്ത് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനും ഈ പറഞ്ഞ പോലെ ഒരുപാട് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത്രയും ഇപ്പൊ മറ്റേ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ വർഷാന്ന് പറഞ്ഞിട്ട്, നമ്മളതൊക്കെ അത്രയും അതും നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിയതായിരുന്നു. പ്രിയ, ഞാൻ എല്ലാവരും പ്രൊഫൈലൊക്കെ ഇങ്ങനെ ചെക്കൗട്ട് ചെയ്ത് എനിക്ക് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളല്ല, പണ്ട് ഇവരെന്തായിരുന്നു എന്നാണ് കൂടുതൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവിടെ നിന്നാണല്ലോ നിങ്ങളുടെ ഒരു റൂട്ട്.
ആ. അപ്പൊ നോക്കിയപ്പോ ഞാൻ കൂടുതലും നോർമൽ ഫോട്ടോസിൽ നിന്ന് വന്ന് കുറെ മോഡലിംഗ് ഫോട്ടോസ് ഒക്കെ കണ്ടിരുന്നു. ഇപ്പൊ ശരിക്കും എന്താ മോഡലിംഗ് ആണോ ആക്ടിങ് ആണോ ഏതാണ് മെയിൻ സ്ട്രീം? ആക്ടിങ് തന്നെയാണ്. പിന്നെ കുറെ നല്ല ഫോട്ടോസ് ഒക്കെ വേണമല്ലോ ഓഡീഷൻസിനൊക്കെ അയക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കും. പിന്നെ ചാനലൊന്ന് സെറ്റ് ആക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ വീഡിയോസ് എടുക്കുക, പുളകം കൊള്ളുക, ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു എന്ന് മാത്രം. എല്ലാം പ്രൈവറ്റ് അക്കൗണ്ടിൽ സ്വന്തമായിട്ടിട്ട്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഞാൻ തന്നെ സ്റ്റോറി വീണ്ടും വീണ്ടും കാണുന്ന പോലെയാണോ? ഇല്ലില്ല, ആ സമയത്ത് എനിക്ക് അത്ര വലിയ അത്രയും കറജൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഓക്കെ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, ഫ്രണ്ടില് വരണം. തലക്ക് പിടിച്ചപ്പോ അല്ലേ? അതെ. ശരിക്കും പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ ഒരു എപ്പിസോഡ് ഹിറ്റായി, അതിൽ നിന്ന് ഫോളോവേഴ്സ് വന്ന് ഈ പറഞ്ഞ പോലെ അവരൊരു സെറ്റ് ഓഫ് ഓഡിയൻസ് ആവുമല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ വലിയ വലിയ സീരീസുകൾ ഇറങ്ങുന്ന അതേ ഇമ്പോർട്ടൻസ് ശരിക്കും ഇൻസ്റ്റയില് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന സീരിയൽസ് കിട്ടുന്നുണ്ട്. സീരീസിനൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്ത് കമന്റ് ബോക്സിൽ ഞാൻ 1-2 കമന്റ്സ് ഉണ്ട്, അടുത്ത എപ്പിസോഡ് എനിക്ക് പോട്ടെ. കമന്റ് ബോക്സിൽ ഞാൻ ഒരു 100ഓളം കമന്റുകൾ ശരിക്കും സത്യമാണത്. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് 1-2 കണ്ടു. പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോയി അല്ലേ? ഈവൻ പേഴ്സണൽ മെസ്സേജസ് വരെ. ആണോ? എവിടെ ഇറങ്ങും വീട്ടിൽ വന്നിരിക്കുന്നൊക്കെ ഭീഷണിയൊക്കെയാണ്. ആണോ? എഡിറ്റർ എവിടെ, ബാക്കി എവിടെ എന്നൊക്കെ സാധനം എടുക്കും. നിങ്ങൾ വിളിക്ക് ഡയറക്ടർ വിളിക്കുന്ന കാരണം പ്രശ്നം ചീത്തയോ സാധനം ഇറക്കി വിടാത്തതിന്. എന്താ ശരിക്കും അല്ല അവരത്ര അക്സെപ്റ്റ് ചെയ്യുന്നോണ്ടാണ് അവർക്ക് ആ ഇത് കണ്ട് ഞാൻ എന്റെ പടത്തെ ഇപ്പൊ പറഞ്ഞ പണ്ട് നല്ല ഒരു കാലത്തൊക്കെ ഇപ്പൊ അമ്മമാര് പറ്റിയ സീരിയല് കാണുമ്പോ കറക്റ്റ് 7:30 വന്ന് ഇരിക്കണ പോലെ അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അമ്മയൊക്കെ സീരിയൽ അടുത്ത ദിവസം വേണ്ടി എന്തിനാ വെയിറ്റ് ചെയ്യുന്നതെന്ന്. അതിന്റെ ഒരു ലൈക് മോഡേൺ അല്ലേ? മോഡേൺ. നിങ്ങൾക്ക് മറ്റേ ഫാൻ ബോയ് മെസ്സേജ് ഒക്കെ വരാറുണ്ടോ? ഈ പറഞ്ഞ പോലെ എന്തായാലും ഇങ്ങനെ സീരീസ് കാണുമ്പോ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് എന്നെ കുറിച്ചാണ് ഈ പറഞ്ഞേക്കുന്നത് തോന്നിയ ഒരു കമന്റ് ആയിരിക്കും, ഒരു മെസ്സേജ്. അല്ല എനിക്ക് എല്ലാ ദിവസവും ഒരു മെത്തേഡിൽ തന്നെ വരുന്നത്. എന്നാലും ചിലതൊക്കെ വരുമ്പോ ചേട്ടൻ സൂപ്പർ ആക്ടീവ് സൂപ്പർ നമ്മൾ ബ്ലഷ് അടിക്കില്ല. ഞാൻ തന്നെയാണ്, ഞാൻ സ്ക്രീൻഷോട്ട് ഒക്കെ ചെയ്ത് വെക്കും. പിന്നീട് എപ്പോഴും കണ്ടിങ്ങനെ പുളകൊള്ള നമ്മുടെ മെയിൻ ആണല്ലേ, എന്ത് പറയുമ്പോഴുണ്ട് പുളകൊള്ള. അല്ല അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ തിരിച്ചറിയാ നമ്മളെ ചെയ്തൊരു വർക്കിന്റെ പേരിൽ നമുക്ക് നമ്മളെ എന്താ പറയാ മാനിഫെസ്റ്റ് ചെയ്തേക്കുന്ന സംഭവമായിരിക്കും. പ്രിയക്ക് വന്ന മെസ്സേജ് ഇതുപോലെ തന്നെ എല്ലാം ഒരേ പാറ്റേണിലായിരിക്കും വരുന്നത്. നല്ലതാണ്, ക്യൂട്ടാണ്, അതൊക്കെ പറഞ്ഞിട്ട് ഓക്കെ താങ്ക്സ്. പിന്നെ നല്ല കട്ട് ചെയ്ത് ക്യൂട്ടാണെന്ന് പറയുമ്പോ ഞാൻ താങ്ക് യു പറയണത് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് മിക്കവാറും. ഓക്കെ അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് വെക്കാറില്ല, നോക്കിയിട്ട് അല്ല ആ ഒരു ഒരു പാഷൻ കാണുന്നില്ലല്ലേ? അല്ല നല്ല നല്ല മറ്റേ ബാഡ് മൂഡിലൊക്കെ ഇരിക്കുമ്പോഴല്ലേ ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്ക് ഒരു സുഖമുണ്ട്. മറ്റേ ചാർജ് ആയി എന്നൊക്കെ പറഞ്ഞു. മറ്റേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മറ്റേ ഈ ജോൺ ബ്രിട്ടാസ് ഒരു ടാസ്കിലേക്ക് പോവാം. വീണ്ടും ഞാൻ ആയുധം പുറത്തെടുത്തു. എങ്ങനത്തെ ടാസ്ക് വേണം നിങ്ങൾക്ക്? അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കാൻ താല്പര്യം ഉണ്ടോ അതോ സ്വയമായിട്ട് പണി ഏറ്റെടുക്കാനാണ് താല്പര്യം? അങ്ങനെ ചോദിച്ചാൽ ഏതായാലും കുഴപ്പമില്ല. കുറച്ചൊന്ന് ശരീരം അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് റെഡിയാണോ? അയ്യോ ശരീരം അപ്പൊ ഈ ടാസ്ക് കൺഫേം, ഒന്നും പറയില്ല. ഞാൻ ഇതിപ്പോ ചോദിച്ചു വാങ്ങി. ഞാൻ 2 കാര്യങ്ങൾ കയ്യിലേക്ക് വരും. ഒരു കുപ്പിയിൽ വെള്ളം കുടിക്കാനാണോ? വെള്ളം അങ്ങനെ വെറുതെ രസമില്ലല്ലോ. ഒരു കുപ്പിയിൽ വെള്ളം, ഗ്ലാസ്, ഒരു ചീറ്റിൽ ടാസ്ക്. സിമ്പിൾ. ഈ വെള്ളം വായിൽ ഫുൾ നിറയ്ക്കാം. വായിൽ നിറയ്ക്കാം. ഇതിനകത്തൊരു പാട്ടുണ്ടാവും. ആ പാട്ട് വായിൽ ഈ വെള്ളം വെച്ചോണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കും. സിമ്പിളാണ്. ആരാണ് ആദ്യം മറ്റേ യുദ്ധഭൂമിയിലേക്ക് ആരാണ് കടന്നു വരുന്നത്? എനിക്ക് നല്ല കൂട്ടുകാരി എടുത്തതൊക്കെ. ഈ കളിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചിരി വരുമ്പോൾ വെള്ളം പുറത്തേക്ക് തുപ്പുകയോ എതിരെ തുപ്പുകയോ ക്യാമറയിലേക്ക് തുപ്പുകയോ ചെയ്യരുത്. സ്ട്രൈറ്റ് ആയിട്ട് അതൊരിക്കലും പാടില്ല. രാജീവ് വർഗീസിന്റെ ബാക്കിലേക്ക് മോഹൻദാസ് ഛർദിക്കണം നേരെ ബോഡി ടോയ്ലറ്റിലേക്ക് കൊണ്ടുവരും. തന്ന ഡിസ്ക്ലെയിമർ ഓക്കെയാണോ? ഡ്രസ്സൊക്കെ അലമ്പാവല്ലേ? ഇല്ല നിങ്ങള് ഒരു ഇതിൽ പിടിച്ചാൽ മതി, ഒരു അഡ്ജസ്റ്റ്മെന്റ് കുഴപ്പമില്ല. ശ്രമിക്കാം. ആരാ
ലേഡീസ് ആൾക്കും കൊടുക്കില്ലേ? ഓ ഇത് ഇഷ്ടം പോലെ പാട്ടുണ്ട്. നമ്മളിവിടെ ഒരു എന്താ പറയാ കച്ചേരി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആള് നന്നായിട്ട് പാടും. ആണോ? വായില് വെള്ളം വെച്ചിട്ട്. അല്ല ആയത് ആദ്യം വേണോ? ചീട്ട് പിടിച്ചോ, കാണിച്ചു കൊടുക്കരുത്. ഇത് പിടിച്ചോ. അപ്പൊ ഞാനല്ലേ വായിക്കണ്ടേ? അല്ലല്ല, ഈ വെള്ളം കുടിക്കുക, എന്നിട്ട് പാട്ട് മനസ്സിലാക്കുക, ആൾക്ക് പാടി മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങോട്ട് നോക്കി ഓക്കെ. കള്ളത്തരം നോക്കണേ. ഇല്ലെന്നേ. അതെന്റെ കൈയക്ഷരത്തിൽ വായിക്കാൻ ബുദ്ധിമുട്ട്. ഫോൺ ഫ്രണ്ട് ഉണ്ട്, വായില് മുഴുവനായിട്ട് വെള്ളം നിറക്കണം. ഇച്ചിരി വെച്ചിട്ട് പറ്റി ഫുള്ളിറക്കണ്ട. ഒരു താങ്കൾക്ക് പാടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചാൽ പഠിക്കുന്നു. തുപ്പരുത്. ഒരു കൊടയുണ്ടോ? കൊടയുണ്ട്, പിടിച്ചോണ്ട് ചിരിപ്പിച്ചാ തുപ്പും. ശ്രദ്ധിച്ചു. ഓക്കെ. ഇത് ആർക്ക് ഇതിന്റെ ഇത് കൊടുക്ക, ക്രെഡിറ്റ് കൊടുക്കുന്നത്? കണ്ടുപിടിച്ച് ആക്ക് കൊടുക്കണോ, പാടി ആക്ക് കൊടുക്കണം? രണ്ടുപേർക്ക് ക്രെഡിറ്റ്. 3 പാട്ട് വരും പോട്ടോ. അടുത്ത കൊടുത്തു. ആദ്യം ഞാൻ നോക്കാം. തുപ്പരുത്. ഞാൻ വീണ്ടും പറയുന്നത് നേരെ ആയോണ്ടല്ലേ. നല്ല ഷർട്ട്. ഈ ഷർട്ട് ഇങ്ങനെ ഇല്ല, പാടാനുള്ളൊരു അവസരം. ചിരിപ്പിക്കല്ലോ. ആ വെള്ളം തീർക്കുന്നില്ല, കുറച്ച് എനിക്കൂടെ തന്നെ കേട്ടോ. തുപ്പരുതട്ട. ഇതിന്റെ താഴത്ത് കാർപ്പറ്റ്. ചിരിപ്പിക്കല്ലേ, എന്റെ മേത്തോട്ട് വരട്ടോ. ഇവിടം വരെ എത്തൂലെന്നുള്ള കോൺഫിഡൻസിലായിരിക്കണത്. കൊതുകൊക്കെ ചെവിയിലൊന്നും കൊച്ചല്ലേ കൊതുക് കാണുന്നത്. നശിപ്പിച്ചു. കൊട്ടാരം പൊട്ടച്ചാരം കൊണ്ട് നശിപ്പിച്ചു. കിട്ടി. തുപ്പി എല്ലാം കഴിഞ്ഞപ്പോ വൈശാഖ കിട്ടി. പിന്നെ കിട്ടി കൊതിച്ചു. പാട്ടിട്ടി തുടക്കം. കണ്ണാട് കണ്ണാടി ചിന്താട് അല്ലേ. എനിക്ക് പോയിന്റ് വേണം. പ്രിയ മറ്റേ പാട്ടൊക്കെ പാടി തുപ്പി എല്ലാം കഴിഞ്ഞു. കിട്ടി. തുപ്പി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ പാട്ടിന്റെ ഒരു ശ്രുതി മനസ്സിലായത്. നേരത്തേക്ക് തുപ്പി കഴിഞ്ഞ അടുത്ത റോളൊക്കെ പൂട്ടാ. സൂക്ഷിച്ചു കളിച്ചു. കിട്ടി. സോറി, ഞാനൊന്നോട് കമ്പിനകത്ത് പ്രശ്നം. കറുപ്പിനഴക്. ഇത് കമ്പിയുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ്. ഞാനതിന് ഖേദം അറിയിക്കുന്നു. ഇനിയുണ്ടോ? പിന്നെ എല്ലാത്തിനും മലയാളം പാട്ട് തന്നെയാണ്. ഒന്നും പിടിക്കും. അയ്യോ, പാട്ട് തന്നെ പ്രധാനാണെന്ന് തോന്നുന്നു. പ്രധാനാണെങ്കിൽ ഞാനേ രണ്ടും മൃദംഗം എടുക്കുക. പാട്ട് പാടാൻ പോലണ്ട, മൂടാനേ പാടുള്ളൂ. ഈ പാട്ട് പാടിക്കോ. തുപ്പല് വരുമല്ലോ. ആ ടിഷ്യൂ ബോക്സ് അവിടെ ഉണ്ടല്ലേ, സൈഫ. പാടിക്കോ. കിട്ടിയാലും പറയാണ്ടിരിക്കാട്ടോ. മൂളണ്ടാ, പാടണേ, ലിറിക്കായിട്ട് പറഞ്ഞേ. പഠിക്കൂ. ഞാൻ ഇല്ലട്ടെ കളിക്ക്. ഈ ടാസ്ക് നിരോധിച്ച് പാടണേ. പാടട്ടെ വെച്ച് പൈസാകെ ഒരു
ഉമ്മെന്ന് പറഞ്ഞു എന്താന്ന് വ്യക്തമില്ല അത്. തുപ്പരുതട്ടാ നേരെ ആണ്ടവാ. പഴയപ്പെട്ട എന്താ വല്ല രൂപങ്ങളായ പെട്ടെന്ന്. പക്ഷെ താങ്കളുടെ പാടാനുള്ള കഴിവ് പോയിട്ടില്ല കേട്ടോ. മാത്രം സംശയം പാടാ അല്ല എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ലേ? വൈശാഖ് മറ്റേ പൂമാനം ഇതല്ലടാ നിന്നോട് ഇത്ര നേരം പഴയ പാട്ട്. ആ അത് പുതിയ ഉണ്ടല്ലോ അല്ലേ? ആ അതാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. പൂമാനമേ പുതിയ പാട്ട് പുതിലുണ്ട് പതിലുണ്ട് എന്ത് ചെയ്യാൻ പറ്റും. പൂമാനമേ കമ്മിറ്റി പ്രശ്നക്കാരനല്ല കേട്ടോ. എന്താ ഞാൻ ഇനി അഭിനയിക്കും. ഇല്ല ഇനി മനസ്സിലായി. ഇങ്ങനെ കളി പോയി കഴിഞ്ഞാല് നമ്മുടെ കാർപ്പറ്റ് വൃത്തിയാക്കേണ്ട സാഹചര്യം വരും. മൂളി. അല്ല ഞാൻ ഇതേപോലെ വേറെ സാധനമുണ്ടല്ലോ. ആ വെള്ളം അങ്ങ് തരിക. ഓക്കെ കഴിഞ്ഞോ? ഇല്ല രാജരാജ ചോളൻ ഞാൻ ഓക്കെ താങ്ക്സ്. ആ പിന്നെ വെറുതെ സാധനങ്ങളൊന്നും കഴുകി ശുദ്ധമായി കഴുകി നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ നിന്ന് അത് കണ്ടല്ലേ അത്രയ്ക്ക് വേണ്ട. നമ്മൾ അറിയാവുന്ന ഒരു ഫാമിൽ നിന്ന് എത്തിച്ച കുറച്ച് ഭക്ഷ്യ പോഷക സമൃദ്ധമായ ഈ നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ നന്നാവുന്ന കേട്ടിട്ടുണ്ട്. ഇതിനു വേണ്ടി കുറച്ച് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ വലിയ കാര്യമൊന്നുമില്ല. ഇതിലാണ് കാര്യമില്ല. ഇതില് ഉത്തരം പറയണ ആൾക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് എന്ത് പണികളും കൊടുക്കാം ഇതിനകത്തുനിന്നുള്ള. തെറ്റിച്ചേക്കണം. ഇപ്പൊ നിങ്ങൾ തെറ്റിച്ചേക്കാം. ഞാൻ ശരിയാക്കൂല. അത് മനസ്സിലായില്ലേ പറഞ്ഞത്? എന്താണെന്ന് പറയാല്ലേ? ഇപ്പൊ ഞാൻ ചോദിച്ചു, പ്രിയ ഇതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഇപ്പൊ പ്രിയക്ക് തീരുമാനിക്കാൻ വൈശാഖിന് ഇതിൽ നിന്ന് ഏത് കഴിപ്പിക്കണം. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖിന് തീരുമാനിക്കാം പ്രിയക്ക് ഇതിൽ നിന്ന് ഏത് കൊടുക്കണം. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ നിങ്ങൾ രണ്ടൊരു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ തീരുമാനിക്കും. എനിക്ക് പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. ഫസ്റ്റ് ചോദിക്കട്ടെ, വാട്ട് ഡു യു കോൾ ചിന്നമ്മ ഇൻ ഇംഗ്ലീഷ്? ചിന്നമ്മ, സ്മോൾ മമ്മ. അതൊരു ഒരു വേർഡാണ്. ആ വേർഡിലേക്ക് അങ്ങനെ ആരാ പറയണ്ടേ? നിങ്ങൾക്ക് ആർക്കും ആദ്യ ഉത്തരം പറയുന്ന മറ്റേ പണി കൊടുക്കാം. ഞാൻ ആളോട് ചോദിച്ചെന്ന് വിചാരിച്ചു. ഇത് പെട്ടെന്ന് നിങ്ങൾ ടാസ്ക് എടുത്താൽ ഇതിന്റെ വെയിറ്റ് അത്രയും കുറഞ്ഞു കിട്ടും. ചിന്നമ്മ ഒന്ന് അതിനെ തർജ്ജമ ചെയ്ത് നോക്ക്. അപ്പൊ ഇതിലെ ടിക് ടിക് കൊടുത്താലോ? ലിറ്റിൽ മോം, സ്മോൾ മം, ടിക് ടിക് 1, ലിറ്റിൽ മോം, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, 7, എനിക്കറിഞ്ഞൂടാ. 9, 10. തോറ്റു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഉത്തരം തന്നെ അത് ഉത്തരം പറഞ്ഞതിന് ശേഷം കഴിക്കാൻ പറഞ്ഞോ. മിനിമം മിനിമം സ്മോൾ മം. ഓക്കെ തുടക്കമല്ലേ? തുടക്കം തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാക്കാം. കൈപ്പേന്റെ ആയിക്കോട്ടെ. താങ്ക്സ്. വികാരം ഇതല്ലേ. എനിക്കൊരു സന്തോഷക്കുറവ്. നിങ്ങൾ ഇച്ചിരി എക്സ്പ്രഷൻ ഒക്കെ ഇട്ടൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കുക. ഓ ഇല്ല, ഞാനിത് നിങ്ങൾക്ക് വേണ്ടി മനസ്സിലായി. ഡയറക്ടറിനോട് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ മുഖത്ത് ഒരു തരത്തിലുള്ള ഒരു ഇത് മറ്റേ കാട്ടുനെല്ലിക്കല്ലാണോ? കാട്ടുനെല്ലിക്ക് നിങ്ങളെ കഴിക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് ഒരു ബുദ്ധിമുട്ട് കാണുന്നില്ല. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നതിനേക്കാളും ഒരു ട്രീറ്റ് തന്ന ഫീൽ ചെയ്യുന്നു. അഭിനയ സിംഹമേ താങ്കൾക്ക് ഞാൻ എന്താണ് അത് ചോദിക്കട്ടെ. അത് ഒന്ന് പ്ലേസ് ചെയ്തോ എവിടെയും ആ അതൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ കയ്യിൽ വെച്ച പോണ വഴി കഴിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വി കോൾ എ ബ്ലൂ ദാറ്റ്സ് നോട്ട് ഹെവി? ഇത് ഭയങ്കര ഈസി ആണ്. ഇത് പറഞ്ഞ മറ്റേ ആൾക്ക് കിടിലം പരിപാടി ഞാൻ കൊടുക്കും. ബ്ലൂ ദാറ്റ് ഈസ് ഹെവി. ദാറ്റ്സ് നോട്ട് ഹെവി. നോട്ട് ഹെവി. ലൈറ്റ് ബ്ലൂ. ഈ കയ്യിൽ രണ്ടേലും സാധനം ബ്രില്യന്റ് കൈ അടിക്കും. ഏതാ കൊടുക്കണ്ടേ? ഇവിടെ സ്നേഹോ മറ്റേ കോ ആക്ടറാണ് കപ്പിളാന്ന് വിചാരിക്കണ്ട. കിടിലം പരിപാടി കൊടുത്തില്ലെങ്കിൽ അടുത്തില്ല അടിപൊളി സ്ഥലം തിരിച്ചു കിട്ടും. ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല. എന്താണ് തനിക്കായിരുന്നു ആദ്യമല്ലേ നാരങ്ങ ഉപ്പ് മുളക് നേരത്തെ പറഞ്ഞ പുറത്തോട്ടോ. മുഖത്ത് എക്സ്പ്രഷൻ ഇല്ലെങ്കിൽ നമുക്ക് തിന്നണം. ആ ഊറ്റിച്ചു കുടിച്ചു. പക്ഷെ മൊത്തം പിഴിയണം കേട്ടോ. പിന്നെ അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കാൻ പറ്റരുത്. എന്താ ഇത്? ഏതാ രസം? കഥകളിയോ? ഒരു കൂടെ അടിച്ചു. അത് വൈശാഖി ഭക്ഷണം എന്നിട്ട് ഇങ്ങനെ പല്ലിൽ വെച്ചിങ്ങനെ ഇറക്കി. പല്ലിൽ വെച്ചാ അതെന്ത് സ്കീം?
നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരുപാട് ചിന്തിക്കും. താങ്ക്സ്. നന്ദി. അടുത്ത ദിവസം മറ്റേ എ കൾട്ട് ദാറ്റ് ഈസ് ഹാർഡ് ടു ഗെറ്റ് ഇൻ. അങ്ങനെ പറയാം. എ കൾട്ട് ദാറ്റ് ഈസ് ഹാർഡ് ടു ഗെറ്റ് ഇൻ. ഗെറ്റ് ഇൻ ടു. വൈശാഖ് സ്കോർ ചെയ്യട്ടോ. ഡിഫിക്കൾട്ട്. ഓക്കെ, I got something for you. ഇതേ തന്നേക്കും ഞാൻ തന്നോളാം. അതായിരിക്കും ഇനി സത്യം ഞാൻ പെട്ടെന്ന് ഓടില്ല. മറ്റേ ഫേവറിങ്ങും പരിപാടിയും പറ്റില്ല കേട്ടോ. ഈ 3 പാവക്ക വളരെ ഓക്കെ, പാവയ്ക്കല്ല ഒരു ബൈറ്റ് എടുത്തു. ഒരു ബൈറ്റില്ല, മിനിമം ഹാഫ് കഴിക്കണം. അതൊക്കെ മുക്കാല് അല്ല, മുക്കാലില്ല, കോരിത്ത മുകളിലേക്കാണല്ലോ പോയത്. അത് ചെറിയത് നോക്കിയെടുത്തോ. ചെറിയത് ഇതാ. ഒരു ബൈറ്റ് പോലെ ഒരു വലിയ ബൈറ്റ് അടിക്കണം. മറ്റേ പേരിന് മറ്റേ ഈ കേക്കിന്റെ അറ്റം കടിക്കണ വൺ ബൈറ്റ്. പ്രഷറിന് നല്ലതാ. ഒരു കിഡിലൻ ബർഗറാണ് വൈശാഖി തന്നേക്കുന്നത്. ആ ബർഗർ എങ്ങനെ കടിക്കും അതുപോലെ കടിച്ചു. ഒരു ബർഗറാണ് കേട്ടോ അത്. അതൊരു എന്താ മെക്സിക്കൻ സിംഗർ ബർഗറാന്ന് കൂട്ടിക്കോ. സിംഗർ ബർഗർ വലിയൊരു ബൈറ്റ്, വലിയത്. കള്ളത്തരം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത ദിവസം പറ്റേ ഇതിൽ നമുക്ക് പിടിക്കണം കേട്ടോ. ഇത് ഈ മറ്റേ കൾട്ടിന്റെ ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കരുത്. ചോദിക്കരുത്. മുറ്റത്ത് ചെപ്പിന് അടപ്പില്ല. കേടാറല്ലേ? ആ യെസ് യെസ് യെസ്. ഓക്കെ, എനിക്ക് വേറെ ഒന്ന്. ഇത് ശരിക്കും ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ അല്ല. ഞാൻ മനസ്സിലാക്കി സ്പെഷ്യലി ഇപ്പോ താങ്ക് യു. പ്രിയയിൽ കുറച്ചുകൂടി ഒരു ഉത്തരം പറയാനുള്ള ഇതാണ്. വൈശ ഓക്കെ, നേരത്തെ പാവയ്ക്ക് താങ്കൾ മറന്നു. ഒരു നാരങ്ങ കൊടുത്തിട്ടല്ലേ? വലിയ പീസാണല്ലോ എല്ലാം. ഓക്കെ, ഒരു എല്ലാ നാരങ്ങയും ഒരു ഡൈമെൻഷനാണ്. ഇതിപ്പോ കഴിക്കി വലിയ പുളിയില്ല ശരിക്കും. അല്ല, നേരത്തെ വെള്ളം, ഇനിയിപ്പോ നാരങ്ങ, ഇച്ചിരി പഞ്ചസാരയുടെ വായിലേക്ക് വെച്ച് ഇട്ട് സെറ്റ്. അതെ, നമ്മൾ ശരിക്കും അതാണ് എന്റെ ഉദ്ദേശിക്കുന്നത്. വയറി പ്രോഗ്രാമിന് ശേഷം ഒന്ന് കാണണം കേട്ടോ. അല്ല, വയറി ചെല്ലുമ്പോ ഇതൊരു നാരങ്ങ വെള്ളത്തിന്റെ രൂപത്തിലേക്കാണ്. ആയിക്കോട്ടെ, ലാസ്റ്റ് ഇറങ്ങുമ്പോ പഞ്ചസാര തരും. ഇപ്പൊ കിട്ടിയ കൊള്ളായിരുന്നു. ഇത് സമയമില്ല, അതേ പെട്ടെന്ന് കഴിച്ച്. കംപ്ലീറ്റ് ആയില്ല കേട്ടോ. പിന്നെ എന്റെ ആത്മാവോടും പുറത്തേക്ക് വന്നാൽ എനിക്കൊരു സന്തോഷമുള്ളൂ. അതാണ് കഴിഞ്ഞില്ലേ? ഇല്ല, 2 ചോദ്യം കൂടെ ഉണ്ട്. അയ്യോ പ്ലീസ്. ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഫീൽ ചെയ്തില്ല. അങ്ങനെയല്ലല്ലോ സുധാകര നേരത്തെ പറഞ്ഞു. അടുത്ത കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ, ചിന്തിച്ചോളൂ. ഇലക്ട്രീഷ്യൻ ഹൂ ഈസ് ആൻ ഇന്ത്യൻ. ഇലക്ട്രീഷ്യൻ ഹൂ ഈസ് ആൻ ഇന്ത്യൻ. ഇതിപ്പോ എങ്ങനെ ഇതിന്റെ ഉത്തരം വന്നത് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അപ്പൊ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൻസർ ആണ് വരുന്നത്. ഇന്തോനേഷ്യൻ പോലും സാധനങ്ങളാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ടാസ്ക് തരും. ഇപ്പൊ ഉത്തരം പറഞ്ഞാലില്ല. അത് എന്താ പറഞ്ഞോ? ഇല്ല, ഇത് അത് റിലേറ്റഡ് ആണ്, പക്ഷെ എനിക്ക് അറിയില്ല ഇത് എന്താണ്. ഇലക്ട്രീഷ്യൻ ഹൂ ഈസ് ആൻ ഇന്ത്യൻ. ആൻസർ വരണ്ടോ? കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് കണ്ടോ? കണ്ടോ? ഇല്ല. പാവയ്ക്ക് നാരങ്ങയൊക്കെ നോക്കി ചിരിക്കുക, എന്നെ ആരും എടുക്കൂ, എന്നെ ആരും എടുക്കൂ. ഇതെങ്ങനെ പറഞ്ഞൂടെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഒരു ക്ലൂ വരാം. ഇത് നമ്മളെ മലയാള സിനിമയില് നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ചേക്കുന്ന ഒരാളുടെ പേരുമായിട്ട് നല്ല സാമ്യമുണ്ട്. ആളുടെ മകനും ഉണ്ട് ഇപ്പൊ ഇവിടെ. അവസാന ചോദ്യവും അവസാനത്തെ ഇതുകൂടി പരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ടിക് ടിക് സമയം 1, ടിക് 2, ടിക് 3, ടിക് 4, ടിക് 5, ടിക് 6, ടിക് 7, ടിക് 8. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു മൂവി കയറി, അശോക്. അതാണ് അതിനകത്ത്. നല്ലരുത് കൊല്ലരുത്. അശോക് എന്ന് പറയുമ്പോ ഷോക്ക്.
ഞാനല്ല ഗൂഗിളാ ഇതെന്തായാലും തലയും കുത്തി നിന്നാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. തമ്മിലിൽ പോയി ഐഷാന്റെ സാധനം തമ്മിലിൽ പോയി. അപ്പൊ ശാലം കഴിക്കണം. ഇങ്ങനത്തെ ഈ ഒരു ബന്ധമില്ലാത്ത ഒരു ചോദ്യം ചോദിച്ചോണ്ട് എല്ലാരും റൂം ഭൂരിപക്ഷം നോക്കി ഒരു ബൈറ്റ് ഫുഡ് വേസ്റ്റ് ചെയ്തത് കേട്ടോ. പാവയ്ക്കാം, പാവയ്ക്കാം ഒരു ബൈറ്റ് പാവയ്ക്കാം. നല്ലൊരു വൈറ്റ് ആക്കണം. ഉടായി പോരില്ല. അനാവശ്യമായ പ്രോത്സാഹനങ്ങൾ ഞാൻ ഏറ്റെടുക്കാറില്ല. ഓക്കെ, നമുക്ക് ശരിക്കും ടൈം കഴിഞ്ഞു. നമ്മുടെ ആ ഒരു ടൈം കഴിഞ്ഞു. വൈൻഡപ്പിലേക്ക് പോവാം. ഒരു ബൈറ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. ഇത്ര നേരം ഒന്നും മിണ്ടാണ്ടിരുന്നോ? എല്ലാം മിക്സ് ചെയ്യണം, അടിച്ചു സെറ്റാക്കി. പാവയ്ക്കാം. ആ സെൻട്രൽ പോർഷൻ തന്നെ ആയിക്കോട്ടെ, ചെസ് പീസ് തന്നെ ആയിക്കോട്ടെ. ചെസ് പീസ് അടിച്ചാലേ പ്രശ്നം നേരത്തെ കൊടുത്ത് തിരിച്ചു കിട്ടാതെ പറയുന്നു. വലിയ കടി അടിക്കണോ? ശാലം അല്ലേ മാർക്കറ്റ് ചെയ്യണം പറഞ്ഞേ. അല്ല സെൻട്രൽ പോർഷൻ സെന്റർ അടിക്കാൻ പറ്റില്ല, പല്ലടക്കി അത്ര പ്രായമുണ്ടോ? ബർഗറോ? പിന്നെ ബർഗർ കഴിക്കും. ആ എന്റേത് പറഞ്ഞല്ലേ ബൂമറാങ്. ഞാൻ ഡിസ്ലൈക്ക് വീഡിയോ എന്നാലും കുഴപ്പമില്ല. വേണ്ടെന്ന് വെച്ചതൊക്കെ ഈ നമ്മളെ ഈഗോടെ പുറത്തും വാശിയുടെ പുറത്തും ഈ അതല്ല ഫുഡല്ലേ വേസ്റ്റ് ചെയ്യരുത് പ്ലീസ്. ഔഷധ ഗുണമൊക്കെ ഉള്ളതല്ലേ. അതെ, വൈറ്റമിൻസ് എ മുതൽ സെറ്റ് വരെ ഉണ്ട്. ഇനി ആ കണ്ണീരൊന്ന് തുടയ്ക്കും. എങ്ങനെയുണ്ട്? എക്സ്പ്രഷൻസ് വരുന്നല്ലോ. അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടതിലും ഇനി ഞങ്ങളെ വിളിക്കില്ല. അപ്പൊ അവരെന്ത് കോമ്പിനേഷൻ ട്രൈ ചെയ്തു എന്റെ പൊന്നി. നമ്മൾ നേരത്തെ ഒരു സംഭവം കണ്ടുപിടിച്ചില്ലേ, കോമ്പിനേഷൻ നാരങ്ങ. ഓണത്തില് ജിമ്മില് ഓണ പരിപാടിക്ക് ഇതുപോലെ മുളക് തീറ്റണ മത്സരം വന്നിട്ട് ഒറ്റ തീപ്പിൽ 18 മുളക് കഴിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു കോൺഫിഡൻസ് എടുത്തു. എനിക്കൊന്നും മുളക് നല്ലത് ലങ്ക കത്തിച്ചു കാണൂലോ. കൂടെ പോയി തീയായിരുന്നു. ഞാൻ മറ്റേ ഡ്രാഗൺ തുപ്പണ ഇതായിരുന്നു. തീ തുപ്പണ ഡ്രാഗനായിരുന്നു. ഫുഡ് ബ്ലോഗ് എങ്ങനെ ഇരിക്കുന്നു? സത്യം എടുത്തിട്ടില്ല. മൊത്തം വേണ്ട, താങ്ക്സ്. ഇത് മധുരമാണ് നിങ്ങക്ക്. ഇത് നമ്മുടെ മൈൽ സ്റ്റോൺ നിങ്ങളെ മില്യൺ കണക്കിനുള്ള വ്യൂസിനുള്ള ഒരു സെലിബ്രേഷനോടായിട്ട് കൂട്ടി. ഇതിന്റെ അകത്ത് വേറെന്തോ നിറച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങള് ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ചു നേരത്തേക്ക് ഓഫ് സ്ക്രീനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ അൺമാരിഡ് കപ്പിൾസിലെ 2 കപ്പിൾസ് ആണ്. നിങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഒന്നും കൂട്ടിക്കോ. അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സന്തോഷം പങ്കിടും. ഇതില് വേറെന്തോ അല്ലേ? അല്ല, ശരിക്കും എങ്ങനെ ഇരിക്കുന്നേ? നമ്മള് തന്നോണ്ടാണ് അങ്ങനെ ഒരു ഡൗട്ട് ഒക്കെ. പണ്ട് വിടായ്മ അല്ലല്ല, തണുപ്പില്ലായിരുന്നു ഐസ്ക്രീമിന്, അതുകൊണ്ടാ. ഐസ്ക്രീമിന് തണുപ്പില്ലായിരുന്നു. സ്വയം കഴിക്കരുതോ? എന്താ ആൾക്ക് കൊടുക്കണം? പാർട്ട്ണർക്ക് കൊടുക്കാൻ. ഹാപ്പി മില്യൺസ്. മില്യൺസ് ഇനി വരട്ടെ, കുറെ മില്യൺസ് സോറി. സന്തോഷമായോ കുട്ടികൾക്ക്? ഇല്ല, ഞാൻ പാവക്കട ഒരു ഇതും കൂടെ കോമ്പിനേഷൻ. ഇതൊരു വൈറ്റിലവിടെ യുദ്ധമായിരിക്കും ആരെങ്കിലും പാവക്ക തമ്മില്. ഇപ്പൊ എന്തായാലും കുറെ മില്യണിലേക്ക് അല്ലേ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ വൈശാഖിന്റെ ആണ് പ്രിയയുടെ ആണ് നമ്മള് ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കുറെ നാളുകളായിട്ട് ഇതിൽ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല പല വേഷങ്ങള് നിങ്ങളുടെ ചിലതാക്ക് ഇത് കോമഡി ആയിരിക്കാം, ഇതിൽ റോംകോം പോകുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്, കുറെ സംഭവങ്ങൾ പോകുന്നുണ്ടല്ലേ, എല്ലാം ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടിപൊളി അടിപൊളി ഐറ്റംസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലകൾ വീണ്ടും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ആ ഈ ചേട്ടനും ചേച്ചി കേട്ട് ഞാൻ ഇങ്ങനെ ചേട്ടനും ചേച്ചി അത് എന്റെ പ്രായോഗികത മൊത്തം എന്റെ PR വർക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിനക്ക്. എനിക്ക് ഞാനത് റീകട്ട് ചെയ്തു. എന്തായാലും ഇനി സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരെ വീഡിയോസ് ഒക്കെ ഇനി ഒരുപാട് വരട്ടെ. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഒരു ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒരു പടത്തിനൊക്കെ പോകുമ്പോൾ ബിഗ് സ്ക്രീനിലൂടെ നിങ്ങളുടെ രണ്ടുപേരെ
ഇത് കാണാൻ നമുക്ക് പൊന്നാവട്ടെ. അതെ